ഇനി അവിടെ തന്നെ അപ്പൊ മുൻഫരിദായ നിലയിൽ വിൽക്കാൻ പറ്റുന്ന രീതിയിലും ശുഫത്ത് വരും. ഇങ്ങനെ ഭൂമി ഒരാൾക്കാവും, കെട്ടിടം വേറൊരാൾക്കാവും, അല്ല അവിടെ നിൽക്കുന്ന മരം ഒരാൾക്കാവും, കൃഷി ഒരാൾക്കാവും, മറ്റത് വേറൊരാൾക്കാവും. ഇതൊക്കെ ഈ ഇങ്ങനെ വരുമ്പോഴാണ് വിറാസത്ത് നിലയിൽ അല്ലാതൊക്കെ വരുമ്പോഴേ തസൗറാക്കാൻ പറ്റും. തസൗറാക്കാൻ പറ്റുന്ന കോലത്തിലൊക്കെ തസൗറാക്കി എടുക്കാം മസാല. ഇത്രയേ ഉള്ളൂ. വൈം ബിയാൽ ബിനാവു വൽ ഖിറാസു, കെട്ടിടവും വിറ്റു, കൃഷിയിടവും വിറ്റു, ഭൂമിയോട് കൂടങ്ങ് വിറ്റെങ്കിൽ അഖദഹു, അതിനെടുക്കാം. ബിശുഫഅത്തി, ശുഫഅത്ത് കൊണ്ടെടുക്കാം. തബഅൻ ലഹ, അതിനോട് താബിയായിട്ട് രണ്ടുപേർക്ക് വേറെ രണ്ടുപേർക്ക് എടുക്കാം. വശുഫഅത്തു അലൽ ഫൗരി ആകണം, രണ്ടും ഒരുമിച്ച് ഒരേപോലെ ആകണം. പിന്നെ ഇപ്പൊ കൃഷി പിന്നെ നാളെ ഭൂമി, അങ്ങനല്ല. ഫൈൻ അലിമ, അങ്ങനെ അർഫാവുല് ശുഫഅത്ത് ഉണ്ടെന്ന് വെച്ചാൽ ഫൽയുബാദിർ അലല്ലാദ, ആദത്തിന്റെ മേൽ. ആദത്ത് ചിലപ്പം കക്കൂസ പോകണ്ടെന്ന് തന്നെ അർത്ഥമൊന്നുമില്ല. വിലയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, പെട്ടെന്ന് കക്കൂസ പോകാൻ മുട്ടിയത്, അത് പോയിട്ട് വന്നിട്ടങ്ങ് വന്നു. അത് ആദത്ത് എന്നൊക്കെ പറഞ്ഞാൽ. ഫൈൻ അഖറ ബിലാ ഉദ്രിൻ സഖത്തത്, ശുഫഅത്ത് ഇല്ലാതായി പോയി. രണ്ടും കൂടെ അല്ലേ കച്ചവടം. രണ്ടും കൂടെ കച്ചവടം. ഭൂമിയുടെ വില ഇത്ര ഇങ്ങനാക്കി എന്നിട്ട് എന്ത് ചെയ്തു? ശുഫത്തില്ലാതെ മറ്റത് മാത്രമായാൽ നേരത്തെ പറഞ്ഞ കുളത്തിൽ പെടും. ഇല്ലായേക്കോലെ തമ്മന് മുഅജ്ജലായാൽ വെച്ചാൽ അവിടെ ഫയത്ത ഖയ്ർ, വേണമെങ്കിൽ ഭൂമി മാത്രം എടുക്കാം, അല്ലെങ്കിൽ കൃഷി മാത്രം എടുക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടി എടുക്കാം. ഇൻഷാ അവിടെ അജ്ജല വാഖദ, വഇൻഷാ സബറ ഹത്താ യഹില്ല വയഖുദ വലൗ ബലഗഹുൽ ഖബറു. ഇനി ശുഫഅത്തിന്റെ ഖബർ എത്തിയാൽ എങ്ങനെയാണ് എത്തിയത്? വഹുവ മരീദുനായ നിലയിലോ അല്ലെങ്കിൽ മഹബൂസനായ നിലയിലോ ആണിടാ. ഞാനും നീ കൂടെ കച്ചവടം ചെയ്തേക്കുന്നേ. അപ്പം നോക്കുമ്പോൾ അവനെന്തായി? അവന് ചോക്കടായിപ്പോയി, അവനെ കാണുന്നില്ല. അങ്ങനെ വരുന്നിടത്ത് ഫല്ലു വക്കില്ല, വേറെ വക്കാലത്താക്കണം. ഇല്ലം എഫൽ, അങ്ങനെ വക്കാലത്താക്കുന്നില്ലെങ്കിൽ അയാളുടെ ഭാഗം നഷ്ടപ്പെട്ടെന്ന് വരും, ശുഭത്തെ നഷ്ടപ്പെട്ടെന്ന് വരും. ഇല്ലം യഖ്ദിർ, അതിനും കഴിവായില്ല എങ്കിലോ ഔകാനൽ മുഖ്ബിറു സബിയൻ, അല്ലെങ്കിൽ ശുഭത്തിന് പകരം അറിയിച്ചത് കുട്ടിയാണ്. വൈറത്തിക്കത്തിന് ഉഖ്ബിറ ഓ മുസാഫിറുൻ ഫസാഫർ, അല്ലെ യാത്രയായിരിക്കെ വേണം, അവനെങ്കിൽ യാത്ര പോയി. ഫി തലബിഹി, എന്നാൽ ഫഹുവ അലാ ശുഫഅത്തി, അവനും മറ്റവനും തമ്മിൽ കൂറ് തന്നെയാണ്. വൈൻ തസാറഫൽ മുസ്തരി, വാങ്ങിയ ആള് ക്രയവിക്രയം നടത്തി, എന്നിട്ട് എന്ത് ചെയ്തു? ഇപ്പൊ ബന, അയാളെടുത്തു. കുറച്ചാലേ കൃഷി ചെയ്തു. എന്നാൽ തഖയ്യറ ഷഫീഉ, മറ്റേ ആളിന് എന്ത് ചെയ്യാം? ഇഷ്ടം ചെയ്യാം. ബൈന തമല്ലുക്കി മാ ബനാഹു ബിൽ ഖീമത്തി, അവൻ മിൽക്കാക്കിയതിനെ അവന്റെ ഖീമത്ത് കൊണ്ട് എന്ത് ചെയ്യാൻ മേടിക്കാൻ പറ്റേ വേണമെങ്കിൽ. ഇപ്പൊ ബൈന കൽ മുറിക്കുന്നതിന്റെ ഇടയിലും പിഴുത് കളയുന്നതിന്റെ ഇടയിലും ലമാനി അർഷി, പിഴുത് കളഞ്ഞിട്ട് നഷ്ടം അറിയിക്കും. രണ്ടുപേരും തമ്മിൽ സുഖത്തായ ഭൂമിയിൽ ഒരുത്തന്നെ അറിയാതെ അങ്ങ് വിറ്റെടുത്തു. വിറ്റെടുത്ത് നോക്കുമ്പോൾ മറ്റോ മേടിച്ച ആളെന്ത് ചെയ്തു? കൃഷി ചെയ്യുകയും ചെയ്തു, അല്ലെങ്കിൽ കെട്ടിടം എടുത്ത്. പിന്നെ അറിയുന്നവൻ വിറ്റൊന്നും അവിടെ കെട്ടിടം ഉണ്ടായി നോക്കുമ്പോൾ എവന് വേണമെങ്കിൽ പോയിട്ട് എന്ത് ചെയ്യാം? കെട്ടിടം തന്നെ എത്ര റുപ്യായി, അതിന്റെ പൈസ തന്നേക്കാം, എന്നാ പിടിച്ചോ. ഭൂമിയും കെട്ടിടം തൽക്കാലം കൊടുക്കുന്നില്ല, മറ്റേ അനിയം വന്ന് നിനക്ക് തന്നാൽ അറിയാതെ കൊടുത്തതാണ്, അറിയാതെ തന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം. അതല്ലെങ്കിൽ കെട്ടിടം അന്നേരം തന്നെ പൊളിച്ചളഞ്ഞിട്ട് നഷ്ടപരിഹാരം പിടിച്ചെന്നു അങ്ങനെയും ചെയ്യാം. ഫൈൻ വാബൽ മുസ്തരി, വാങ്ങിയയാള് അശ്വഖ്സ, അയാളുടെ ഭാഗം ദാനം കൊടുത്തു. ഔ അഖഫഹു ബാഹു, വിൽക്കുകയോ കച്ചവടം ചെയ്തു. ഔ റദ്ദഹു ബിൽ ഐബ്, ഐബ് കൊണ്ട് തിരിച്ചു കൊടുത്തു. എന്നാൽ ഫലഹു, ഇവന് അനുവദനീയമാണ് യഫ്സഖ മാ ഫഅലഹുൽ മുസ്തരി, ആ വാങ്ങിയ ആള് ചെയ്തതിന് എന്ത് ചെയ്യാം? ഫസ്ഖ് ചെയ്യാം. ഫലഹു യഖുദ ബിൽ മുസ്തരി സാനിയ മുസ്തരി എന്ന് വേങ്ങുകയും ചെയ്യാം. ബിമസ്തറ ബിഹി, മറ്റേ ആൾ വാങ്ങി കൊടുത്തിട്ട് വാങ്ങുകയും ചെയ്യാം വേണമെങ്കിൽ. ഇനി രണ്ടുപേര് കൂറാണ്, ഒരാൾ മരിച്ചുപോയാലോ? വൈദാ മാത്ത ഷഫീ മരിച്ചു പോയാൽ ഫലിൽ വറസത്തി, അനന്തരഗാമി കൊണ്ടല്ല അത് മറ്റേ ആളുടെ കൂടെ കൊടുക്കാം. അവിടെ ഫൈൻ അഫാ ബഅ്ളുഹും, ശുഫഅത്തിന്റെ ആൾക്കാരെന്ന് ബഅ്ള് എന്ത് ചെയ്തു? അഫൂ ചെയ്തു. പിന്നെ ബാക്കിയുള്ളവർക്ക് ശുഫഅത്തായിട്ട് പോകാം. അഖദൽ ബാഖൂന അൽ കുല്ല ഔ യദഊന. ബാബുൽ ഖിറാർ.